നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം വിട്ടുകൊടുക്കാത്തതിന്റെ പേരിൽ തർക്കം. മലയൻകീഴ് സ്വദേശികളെ ഒരു സംഘം തല്ലിച്ചതച്ചതായുള്ള പരാതികൾ ഉയരുന്നു. കരിക്കകം പമ്പ് ഹൌസിന് സമീപത്ത് 10 സെന്റ് സ്ഥലമുള്ള ദമ്പതികളോട് ക്ഷേത്ര നിർമ്മാണത്തിനായി 3 സെന്റ് വേണമെന്ന് ഒരു സംഘം നേരത്തെ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ സ്ഥലം വിൽക്കാൻ പോലും ഉദ്ദേശിക്കാത്ത തങ്ങൾ ക്ഷേത്ര നിർമ്മാണത്തിന് വേണമെങ്കിൽ 10 സെന്റ് സ്ഥലവും മാർക്കറ്റ് നിരക്കിൽ നൽകാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിന് സംഘം തയ്യാറാകാത്തതാണ് ഈ ആക്രമണത്തിന് കാരണമെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഈ ഒരു സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ദമ്പതികളെ സംഘം ആക്രമിക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സ്ഥലം വിപണി വിലയ്ക്ക് നൽകാൻ സമ്മതമാണെന്ന് അറിയിച്ചെങ്കിലും അതിന് തയ്യാറാകാതിരുന്ന സംഘം ഇവരുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറി അവിടെ വിളക്ക് തെളിയിച്ചതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. തന്റെ ഭൂമിയിൽ കയറിയത് ചൂണ്ടിക്കാട്ടി അനീഷ് ഈ കഴിഞ്ഞ 13-ാം തീയതി പേട്ട പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നതാണ് പുറത്തുവന്ന വിവരം. എതിർ കക്ഷികൾക്ക് വക്കീൽ നോട്ടീസ് അടക്കം നൽകിയതാണ്. ഇതൊന്നും വകവയ്ക്കാതെ ഈ സംഘം വീണ്ടും സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറി വിളക്ക് വെക്കുകയാണ് ഉണ്ടായത്. സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഗേറ്റ് സ്ഥാപിക്കാൻ അനീഷും ആര്യയും സ്ഥലത്ത് എത്തിയപ്പോഴാണ് ഇവർക്കെതിരെ ആക്രമണം ഉണ്ടായത് എന്ന വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. തെളിവിനായി വീഡിയോ എടുക്കാൻ വേണ്ടി ഈ ദമ്പതികൾ ശ്രമിച്ചപ്പോൾ പ്രകോപിതരായിട്ടുള്ള സംഘം അനീഷിനെയും ആര്യയെയും പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയുമാണ് ഉണ്ടായത്. കഴക്കൂട്ടം സ്വദേശിയായ രാജേന്ദ്രൻ എന്നയാളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ആക്രമണം നടന്നതെന്നതാണ് പരാതി. സംഭവത്തിൽ പേട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം വിശ്വാസത്തിന്റെ പേരിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു എന്ന് വേണം പറയാൻ. തിരുവനന്തപുരത്ത് സമാധിയായെന്ന് പറയപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ വിവരം അറിയാമല്ലോ. ഇന്നും ഒരു കൃത്യമായൊരു വ്യക്തതയില്ലാത്ത ഒരു വിഷയമാണ്, ചർച്ചാ വിഷയമാണ് അത്. ഇതിനിടെ ഈ വിഷയം മുതലെടുക്കുന്നവർ വേറെയും ഉണ്ടാകുന്നുണ്ട്. ഗോപൻ സ്വാമിയുടെ ആത്മാവ് കയറി എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആക്രമണം നടത്തിയിരുന്നു. നെയ്യാറ്റിൻകര ചെമ്പരത്തിവിള തൊഴുക്കലിൽ കഴിഞ്ഞ ദിവസം രാത്രി 12:30-യോടെയാണ് ഒരു യുവാവ് ആക്രമണം നടത്തിയത്. പ്രദേശത്തെ 3 യുവാക്കളെ അകാരണമായി വീട്ടിൽ കയറി മർദ്ദിക്കുകയും വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്ത അദ്ദേഹം അന്ന് അവകാശപ്പെട്ടത് ഗോപൻ സ്വാമിയുടെ ആത്മാവ് തന്റെ ശരീരത്തിലുണ്ട് എന്നതാണ്. അനീഷ് എന്ന യുവാവാണ് ആ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത്. ഇയാൾ ക്ഷേത്രത്തിലെ പൂജാരിയാണെന്നും പറയുന്നുണ്ട്. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്നാണ് രാത്രി പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആറാലുംമൂട് ഗോപൻ സ്വാമിയുടെ ആത്മാവ് തന്റെ ശരീരത്തിൽ കയറിയെന്ന് ഇയാൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. ആശുപത്രിയിലും ഇയാൾ അക്രമാസക്തനായിരുന്നു എന്നതാണ് വിവരം. പോലീസുമായി പിടിവലിയുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. മർദ്ദനമേറ്റ 3 യുവാക്കൾക്കും പരിക്കുണ്ടായിരുന്നു. വാഹനങ്ങൾക്കും കേടുപാടുകളുണ്ട് എന്നാണ് അന്ന് പുറത്തുവന്ന വിവരം. ഇതിനുശേഷം ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇത്തരത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ വിശ്വസിക്കാനാകാത്ത ഒട്ടനവധി സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ക്ഷേത്ര നിർമ്മാണത്തിന്റെ പേരിൽ ഒരു തർക്കം ഒരു കുടുംബത്തെ ആക്രമിച്ചു എന്ന വിവരങ്ങൾ കൂടെ പുറത്തുവരുന്നത്. ക്ഷേത്രം പണിയാൻ സ്ഥലം വിട്ടുകൊടുക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ദമ്പതികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് വിവരം. മലയൻകീഴ് സ്വദേശിയായിട്ടുള്ള അനീഷ്, ഭാര്യ ആര്യ എന്നിവർക്കെതിരെയാണ് കഴക്കൂട്ടം സ്വദേശിയായ രാജേന്ദ്രൻ എന്നയാളുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്നതാണ് പുറത്തുവരുന്ന വിവരം. സംഭവത്തിൽ പേട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്.